മാനം പണ്ടേ പോയിട്ടുണ്ട്. ശബരിമലയുടെയോ? ശബരിമലയുടെ അയ്യപ്പൻ്റെ ഒക്കെ മാനം പണ്ടേ വിടുത്തു. മാനം എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്, ക്യാരക്ടറാണ്. അയ്യപ്പൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഒക്കെ ഇവർ പണ്ടേ നശിപ്പിച്ചില്ലേ? എന്താ അയ്യപ്പൻ്റെ വ്യക്തിത്വം? ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരല്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ഞാൻ സ്ത്രീ കയറുന്നതിനെതിരല്ല. കൊടിമരത്തിന്റെ മുകളിൽ തൂക്കിയിട്ട് ആലില, ചെറിയ സാധനങ്ങൾ, ആലില അലങ്കാര, അതുപോലും പോയി എന്ന് പറയുമ്പോൾ അയ്യപ്പന് ആ വിഗ്രഹത്തിൽ വല്ല സ്വർണ്ണക്കോണനുണ്ട്. ശബരിമലയിലെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു കാട്ടിലൊരു ക്ഷേത്രമല്ല, കാവ്, ഒരു കല്ലും വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണ് അവിടെ. അവിടെ വേണ്ടാത്തൊക്കെ ചെയ്ത് അവിടെ വേണ്ടാത്തതാണ് അവിടുത്തെ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും, കർമ്മികൾക്കും തോന്നിയിട്ടുണ്ടാവും. അവരടിച്ചു മാറ്റി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും. പള്ളിയോ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങളടുത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അറിയാണ്ട് പറയേണ്ട ഒരു അതിനേക്കാൾ എന്തൊക്കെയോ ശക്തി ഞങ്ങളുടെ ഉപാസനയ്ക്കുണ്ട്. നിങ്ങൾ പാപങ്ങൾ പാണമൊക്കെ എനിക്ക് മോക്ഷത്തിനുള്ള മാർഗ്ഗം, അതും തന്നെ ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ടേ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൽ പറയപ്പെടുന്ന അനുവദിച്ചുള്ള കുറേ പാപങ്ങളുണ്ടാവും, സമൂഹം പാപമായിട്ട് കാണുന്നത്. അതൊക്കെ അപ്പം അങ്ങനത്തെ. ഞാൻ താങ്കളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വശ്യം. എനിക്ക് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ് ഈ വശ്യം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ വശീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ? എന്താണ് മോശം? എൻ്റെ ഇപ്പോൾ ഒരാള് താങ്കളെ സമീപിക്കുകയാണ്, മേഘയെ വശീകരിക്കണം എന്ന് സമീപിക്കുകയാണ്. എൻ്റെ ബോധമനസ്സിൽ ആ വ്യക്തി, ബീറ്റ് എക്സ് എന്ന വ്യക്തിയോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഞാൻ എന്ന വ്യക്തിക്ക് അത്തരമൊരു ആളോട് ഒരു താല്പര്യവുമില്ല. അയാളെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധ്യമാണെങ്കിൽ തന്നെ അത് വളരെ മോശമായൊരു കാര്യമല്ലേ? ഒരു മോശവും ഇല്ല. കടലിൽ കിടക്കുന്ന മീൻ പിടിക്കുന്ന അരയൻ മീൻ പിടിക്കുന്നത് മോശമെന്ന് പറഞ്ഞ ആൾക്കാർ ഈ ലോകത്തുണ്ട്. മീൻ പിടിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനെന്താ? അയാളെ അത് ട്രൈ ചെയ്യല്ലേ? നിങ്ങൾ കയറി പിടിക്കുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വശം ചെയ്യണ്ടല്ലോ, കയറി പിടിച്ചാൽ പോരെ. ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാന്യമായി എന്നോട് സംസാരിക്കാം, എന്നോട് താല്പര്യം പറയാം, അങ്ങനത്തെ മാർഗങ്ങളുണ്ടല്ലോ. അതേ മാർഗ്ഗമാണ് സൈലന്റ് ആയിട്ട്. നിങ്ങൾ ഒരു തരത്തിൽ ഉപദ്രവിക്കുന്നത്, നിങ്ങൾ ദേഹത്ത് തൊട്ടിട്ടില്ല, സംസാരം കൊണ്ടുപോയി. ഇപ്പം പുതിയ എന്താ നിയമല്ലേ, 4 സെക്കൻഡൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലൊക്കെ 13 എന്തായാലും ശരി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളല്ല. അയാൾ സൈലന്റ് ആയിട്ട് സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഈ കുട്ടീനോട് വലിയ ഇഷ്ടമാണ്, ആ കുട്ടി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എന്നെ ഇഷ്ടപ്പെടണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കാര്യങ്ങളായിട്ട് ആ പൂജ ചെയ്തിട്ട് അല്ലെങ്കിൽ വസ്തുക്കൾ കഴിക്കാൻ കൊടുത്താൽ വിഷം കൊടുക്കില്ല, എല്ലാം മാന്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് അത് കൊടുത്ത് തന്ന് കഴിച്ച് നിങ്ങൾക്ക് അവിടെ ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ഒരു തരത്തിലും ഉപദ്രവമില്ല. വാക്കുകൊണ്ട് പോലും നിങ്ങൾ അയാളെ പറഞ്ഞ ഉപദ്രവിച്ച് അയാൾക്കും തോന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ അയാൾക്ക് എന്തെങ്കിലും വെറുപ്പ് തോന്നുന്നു, എന്നെ അങ്ങനെ പറഞ്ഞില്ല, ഇതൊന്നുമില്ല. അയാളത് ട്രൈ ചെയ്യല്ലേ. നിങ്ങൾ പറഞ്ഞു ചോദിച്ചൂടെ, വിനായകൻ പറഞ്ഞല്ലോ ചോദിച്ചൂടെ, ചോദിക്കാൻ നിൽക്കുന്നില്ലാന്ന്. നിങ്ങൾക്ക് ഒരു ചോദിച്ചാൽ പോലും വാക്കുകൊണ്ട് ശല്യം ചെയ്തു. ഇത് സൈലന്റ് ആയിട്ട് എവിടെയാണ് ഇതിൽ കൺസെന്റ് എവിടെയാണ്? എന്റെ സമ്മതം വേണ്ടേ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ? നിങ്ങൾ പിന്നീട് സമ്മതമാണെന്ന് പറയുന്നുണ്ടെങ്കിലല്ലേ അയാളോട് സമ്മതം പറയണില്ലേ? ഒരാള് താങ്കളെ ഒന്ന് സമീപിക്കുമ്പോൾ അതിലൊരു ധാർമ്മിക വശമില്ലേ? ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ കുട്ടിയെ വെറുതെ വിടൂ എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത ഇല്ലേ? അതൊക്കെ നമ്മളൊക്കെ പറയും, അതാദ്യം പറയും. പിന്നെ അടുത്തതാണ് അല്ലേ, എനിക്കിത് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഞാൻ അങ്ങ് എടുക്കും അല്ലേ, എനിക്ക് കിട്ടണം എന്നുള്ള പറഞ്ഞ പോലെ അതങ്ങോട്ട് എനിക്ക് തന്നേ പറ്റൂ, കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര വേണ്ട നടക്കില്ലെങ്കിൽ ഓക്കെ, അതെൻ്റെ പ്രൊഫഷണലാണ്, ഞാനത് ചെയ്യും, നോ പറയില്ല. എൻ്റെ ജോലിയാണത്. ഞാനല്ലെങ്കിൽ വേറൊരാൾ ഞാൻ ചെയ്യും, ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ 100% വർക്കിംഗ് ആണ് ഈ പറയുന്ന സംഭവം. എന്നെ ആളുകൾ തേടി വരുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യാണ്ട് വരും. എനിക്ക് പേഴ്സണലായിട്ട് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് കാരണം എനിക്ക് അങ്ങനെ ആരെയും വശീകരിക്കണ്ട. അത് തെറ്റാണെന്നുള്ള ഒരു ചെറിയൊരു ബോധ്യം. തെറ്റിൻ്റെ അല്ല, ഞാൻ നേരത്തെ കള്ളിൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരാൾ സമീപിക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സംശയത്തിന്റെ അംശമുള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നത്? എന്തേത്? ഒരാൾ വന്ന് മേഘയെ വശീകരിക്കൂ എന്ന് പറയുന്നു, അതിന്റെ ആവശ്യമുണ്ടോ സുഹൃത്തേന്ന് തിരിച്ചു ചോദിക്കുന്നത് അല്ല, തെറ്റോണ്ടല്ല അല്ല. വശീകരിച്ച് പിന്നെ അവൻ തന്നെ ചിലപ്പോൾ ഒന്ന് കാണും, ഇതൊന്ന് ഒഴിവാക്കി തരുമോ വെച്ചിട്ട്. അതുകൊണ്ടാണ് വേതാളത്തിനെ പോലെയാവും, ഏതെന്ന് പോവില്ല. ഇപ്പം നമ്മൾ വശീകരിക്കാത്തതിന് കാരണം മനസ്സിലായില്ലേ? ഏതെന്ന് പോവില്ല, മറുമരുന്നില്ല. ഉണ്ട്. അയാളെ സംബന്ധിച്ച് പിന്നെ അതിന് നടക്കണ്ടേ, അപ്പം പിന്നെ അതിന് ചിലവരുന്നില്ലേ? ചിലവുണ്ട്, ചിലവില്ലാതെ പരിപാടിയില്ല. ഏത് കാര്യത്തിലും ചിലവുണ്ട്. സാധാരണ ഒരാൾ വിഷമം വന്ന് പറയുന്നത് നമ്മളാരും പൂജയ്ക്കൊന്നൊരു പൈസയും വാങ്ങാറില്ല, ഫ്രീ ആണ്. ഇത്തരം കാര്യം പറഞ്ഞാൽ
കൃത്യമായ പൈസയുണ്ട്. അത് നിങ്ങൾ എന്ത് ചൂഷണം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വിശ്വാസ കച്ചവടം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിനെടുക്കുന്ന എഫേർട്ടിന് പൈസ കിട്ടിയേ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ ജോലിയാണ്. എനിക്കൊരാൾക്ക് 1000 കൊടുക്കാൻ വെറുതെ തരില്ലല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കട്ടെ, ഒരാൾ എന്നെ വശീകരിക്കാൻ എന്താ പറയാ ആവശ്യപ്പെട്ടു, വശീകരണ പരിപാടി ചെയ്തു. ഇന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് നാളെ എനിക്ക് താല്പര്യം തോന്നുമെന്നാണ് നാളെന്നല്ല. അയ്യോ, അതൊക്കെ തെറ്റാ. ഏത് മെഡിസിൻ കഴിച്ചാലും അതിനൊരാഴ്ച സമയം എടുക്കില്ലേ? ഇത് പ്രവർത്തിക്കും. അതെങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഗ്രഹനിലയും മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞാൽ നല്ലത്. പക്ഷെ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സ്വതവേ ഈ വശമൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ ആ വ്യക്തി എന്താ പറയുക ഉപയോഗിച്ച പോലെ വസ്തുക്കൾ അല്ലെങ്കിൽ അവർ കൊടുത്ത സാധനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ നഖം വെട്ടിയിട്ട് അതടക്കം ചിലപ്പോൾ അത്ര ആൾക്കാർ എടുത്തുകൊണ്ടിരും. അല്ല നിങ്ങളുടെ മുടിനാരി വീണ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പാവയിൽ ഇങ്ങനെ കുത്തിയിട്ട് അപ്പൊ ഇങ്ങനെ തലയിലൊക്കെ കുത്തുകൊള്ളുന്ന അതൊക്കെ എന്താ വെച്ചാൽ മറ്റ് പല ക്രിയാമാർഗങ്ങളാണ്. അത് വശത്തിനല്ല, വശത്തിനെ വേദനിപ്പിക്കില്ല. വേദനിപ്പിച്ചിട്ട് വശം ചെയ്തിട്ട് കാര്യമില്ല. വശം അങ്ങനെയല്ല, വശം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ കുഞ്ഞ് പൊട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് കാണാനുണ്ട്. വശത്തിൻ്റെ കാഴ്ചപ്പാടിൽ പൊട്ട് വെച്ചാൽ പോലും അത് വശം ചെയ്യാൻ പറ്റും. കാരണം സ്വതവേ വശമൊന്നും വേണ്ട. പൊട്ട് വെച്ചാൽ നിങ്ങളുടെ ഭംഗിക്കാണ് തന്നെ കൂട്ടിക്കോളും. എന്തിനാണ് ഭംഗി? എന്തിനാണ് ഭംഗി? ഇതെൻ്റെ ശീലമാണ് ഭംഗി. ആയിക്കോട്ടെ, ശീലം. ആ ശീലം അതവിടെ ഇരിക്കൊണ്ട് എന്താ ഗുണമുള്ളത്? നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നു, ഓക്കെ, വസ്ത്രം നമ്മുടെ ശരീരം മറയ്ക്കാനാണ്. ഏതെങ്കിലും വസ്ത്രം മതി. ഇപ്പം നമ്മളെ ഗുരു സിനിമയിൽ മറ്റേ മോഹൻലാലോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപിയൊക്കെ ഇടുന്ന അങ്ങനത്തെ വസ്ത്രമായാലും മതി, ചാക്കൊണ്ടുള്ളതായാലും മതി. പക്ഷെ അങ്ങനെയല്ല. വസ്ത്രത്തിന്റെ ഉദ്ദേശം മാനം മറയ്ക്കൽ മാത്രമല്ല, ആകർഷണത്തിന്റെ ഭാഗമുണ്ട് അതിൽ. അപ്പം അതൊക്കെ വശ്യം തന്നെയാണ്. ഒരാളെ നോക്കണം, എന്നെ മറ്റുള്ളവർ നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും. അത് പെണ്ണിനും അണ്ണൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നോക്കും വേണം. നോക്കിയില്ലെങ്കിലോ എന്നെ ഒന്നിനും കൊള്ളില്ലാണ്. അപ്പോൾ വശ്യം ക്രിയയിൽ മാത്രമല്ല, ഈ ഉപദ്രവികളെല്ലാം വേണം, ക്രിയയിൽ മാത്രമല്ല അല്ലാണ്ട് തന്നെ ഉണ്ട്. അതുപോലും സാധിക്കാണ്ടേ ആകുമ്പോഴാണ് ക്രിയകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം തന്നെയല്ല അത് പ്രവർത്തിച്ചു തുടങ്ങും. ഈ വ്യക്തിക്ക് സ്വതവേ ആഗ്രഹം വരും. അതും തന്നെ വശ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നോക്കിയാലും പ്രേമിച്ചാലും മാത്രമല്ല പല കാഴ്ചപ്പാട് പല ആളുകൾക്ക് പല ആവശ്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, മാരണം. ഒരാൾ മരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുക, ഇത് തെറ്റല്ലേ? ഒരാൾ മരിക്കുക, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. ഡെത്ത് പെനാൽറ്റി പോലും തെറ്റാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോ ഒരാളെ, അതെന്നെ ശല്യം ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇപ്പോ എൻ്റെ കുടുംബത്തെ മൊത്തം കൊന്ന ഒരാളായിക്കോട്ടെ, അയാളെ കൊല്ലുക എന്നുള്ളത് എനിക്കത് പറയാൻ പാടുണ്ടോ? അതേ ആവശ്യമായിട്ട് ഒരാൾ സമീപിക്കുകയാണ്, അതിനു വേണ്ടി സഹായിക്കുന്നത്, അതിലെന്ത് മോറൽ വാല്യൂ ആണുള്ളത്? നമുക്ക് അത്തരത്തിൽ ഉപദ്രവം നേരിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം. മേഘയ്ക്ക് പേഴ്സണലി ഒരു ഉപദ്രവം അങ്ങനെയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്ര കണ്ട് ഉപദ്രവം മനസ്സ് വേദനിപ്പിച്ച കുറേ ആൾക്കാരുണ്ടാവും. ആ വേദനയല്ല മേഘ, അതിനപ്പുറം നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളൊരാളെ കടന്നു പിടിച്ചു നീരുന്ന നിങ്ങളുടെ സമ്മതം ഇല്ലാണ്ട് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല, ഒരാളോട് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല. ഇയാൾ നിങ്ങളുടെ മുന്നിൽ കൂടെ പിന്നെയും ചിരിച്ചും കളിച്ചും നടക്കുകയാണ്. നിങ്ങളെങ്ങനെ അയാളെ കാണും? നിങ്ങൾക്ക് അയാളോട് എന്താ, അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും? എനിക്ക് തോന്നുന്നില്ല. കൊല്ലണമെന്ന് തോന്നുമോ? അത് ഓരോരുത്തർ തലമാണ്. എന്തായാലും ശരി, കൊല്ലണം തോന്നും 99%. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട് മരിക്കപ്പെട്ട പെൺകുട്ടികളുടെ ആ ഒരു എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട് UP-യിലൊക്കെ വെടിവെച്ച് കൊന്നു. അപ്പോൾ ശരിയെന്നല്ല നമ്മളത്, നമ്മളെപ്പോഴും അതല്ല നിയമപരമായിട്ട് പോകണമെന്നാണ്. പക്ഷെ മറിച്ച് അവിടെ നിങ്ങളൊരു സോഷ്യൽ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ അതിൻ്റെ കമൻറ്റുകൾ നോക്കൂ, ആളുകളുടെ വികാരം കാണാം. ആളുകളുടെ വികാരം വെച്ച് നമുക്ക് ഇത് അളക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ എൻകൗണ്ടർ കില്ലിങ്സ് പോലും തെറ്റാണ്. തെറ്റായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അവിടെയാണ്, അനുഭവമാണ്. ഒരു പെൺകുട്ടിയോ പുരുഷനോ ഓരോരുത്തരും പല രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മേത്തൊക്കെ പൊള്ളിയ പാടുകളാണ്, ആസിഡ് പൊള്ളിയ പാടുകളാണ്. എന്നെ ആസിഡ് ഒഴിച്ചതാ. ഞാൻ ഇപ്പോഴും അയാളെ കൊല്ലണം എന്ന് പറഞ്ഞ ആളെന്നറിയാം. എന്തിനെന്നെ അത് ചെയ്തു എനിക്കാണ് അത്ര ആഗ്രഹമുള്ളൂ. എന്തിനാണ് ചെയ്തതെന്ന് അല്ലാണ്ട് അയാൾ ഒരിക്കലും വേറൊന്നും വേണം എനിക്കില്ല. അത് എൻ്റെ തലം അതാവുന്നത് കൊണ്ടാണ്. പക്ഷെ മറിച്ച് വേറൊരു വ്യക്തിയാണെങ്കിൽ അനുഭവിച്ച വേദനകളുടെ ആഴം തിരിച്ചതേപോലെ ചെയ്യണമെന്നാണ് പറയുക. പ്രതികാരം എന്ന് പറയുന്നത് അനുഭവിച്ച ആൾക്കേ പറ്റുള്ളൂ എന്ന്. അനുഭവിച്ച ആളുകൾക്ക് നിങ്ങൾ പോലെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങളുണ്ടാവും. സ്ത്രീയോ കുട്ടിയോ, ആൺകുട്ടികൾ, ആണോ പെണ്ണൊന്നും ഭേദമില്ല. ഇതുപോലെ രാഷ്ട്രീയക്കാർ നിരന്തരം ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്ന എനിക്ക് തന്നെ എൻ്റെ പേഴ്സണലായിട്ട് അനുഭവം. റേഷൻ വരെ മുട്ടിച്ച രാഷ്ട്രീയക്കാരുണ്ട് ഒരു കാലഘട്ടത്തിൽ, അച്ഛനൊരു രാഷ്ട്രീയ പാർട്ടി മാറിയ സമയത്ത്. അപ്പം അങ്ങനെ പിന്നെ അതുകൊണ്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരൊന്നും മറ്റു രീതിയിൽ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. കാരണം നിയമം, കോടതി എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. അവിടെയൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഒരു കോടതിയിൽ നടക്കാൻ വക്കീലിന് പൈസ കൊടുക്കാനില്ല. ഇനി പറയും ഗവൺമെൻറ് വക്കീലുണ്ടല്ലോ വെച്ചാൽ അതൊന്നും അവരൊക്കെ എത്രത്തോളം ചെയ്യും നമുക്കറിയാം. പിന്നെ ഇവന് ആശ്രയം എന്താ? ആശയം വിശ്വാസം. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കൊല്ലുന്നത് തെറ്റല്ല വെച്ചാൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതിനൊന്നും കൂടോത്രം ചെയ്തുകൊണ്ട് കൂടോത്രം ചെയ്തു എന്ന് തെളിയിച്ചാൽ ഇപ്പോൾ തെറ്റൊക്കെ പണിഷ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പക്ഷേ തെളിയിച്ചാൽ മാത്രമാണ്. പറഞ്ഞുകൊണ്ടൊന്നും ഇയാൾ കൂടോത്രം ഇട്ടുണ്ടോന്നും പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നം ചേർത്തുകൊണ്ടൊന്നും കോടതി പോയിട്ട് കേസ് പണിഷ്മെൻറ്റ് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. അത്ര കണ്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ പ്രതിഷേധമാണ്. അങ്ങനെ ഒരാൾ സമീപിച്ച് ഒരാളുടെ മരണത്തിന് കാരണക്കാരനായാൽ അതിലൊരു കുറ്റബോധം ഒരു കുറ്റവും ഇല്ല മാഡം. ഇല്ല. എന്താ സാധനം? എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു കോഴിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ശരി, ഞാൻ ആരെയും അങ്ങനെ കൊല്ലുന്നില്ല. പക്ഷെ മറിച്ച് ഞാൻ പോലും മരിക്കാനുള്ള ആളാണ്. ഞാൻ മരിക്കാനുള്ള ആളാണ്. നിങ്ങളെന്നെ കൊല്ലുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അല്ലെങ്കിൽ ഞാൻ ചാവും. ഞാൻ ഒരു നിമിത്തം മാത്രമാണ്, എൻ്റെ ശത്രുവല്ല. ഒരാൾക്ക് നിങ്ങൾ വേറൊരാളെ പേര് പറയുന്നു, ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റീസൺ മനസ്സിലാക്കി അതിന് വേണ്ട പൂജകൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കൊല്ലണത് ഞാനാണോ? ഇവർ വിശ്വസിക്കുന്നത് ദൈവമല്ലേ? ഞാനല്ലല്ലോ. ദൈവത്തിനോടല്ലേ ഞാനും പ്രാർത്ഥിക്കുന്നേ. അവനും രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുമല്ലോ. ദൈവം തുലനം ചെയ്യട്ടെ, രക്ഷിക്കുകയാണോ ശിക്ഷിക്കുകയാണോ എന്നുള്ളത് ഞാനല്ലല്ലോ ചെയ്യുന്നേ. ഞാൻ കത്തിയെടുത്ത് കുത്തിയാൽ ഞാൻ കൊന്നു. ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുക? ഞാൻ സ്വാഭാവികമായിട്ട് ഈ വ്യക്തിക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ ശത്രുവാണ്, ഇയാൾ മരിക്കണേ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇനി അപകടം സംഭവിക്കുന്ന സംഘത്തിൽ പൂജ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് സിസ്റ്റം ഉണ്ട്, ഓരോ സിസ്റ്റങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ പാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ പല സിസ്റ്റം ഉണ്ടാവും. അത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അയാളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഇവിടെ അല്ലേ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഉപാധികളിൽ പലതും ചെയ്യുന്നു. റിസൾട്ട് ആരാ കൊടുക്കുന്നത്? ദൈവമാണ്. അപ്പോൾ സത്യത്തിൽ തെറ്റല്ലേ? ആരാ തെറ്റ് ചെയ്യുന്നേ? ദൈവമോ? എനിക്കറിയില്ല. അത് ദൈവം തെറ്റിയില്ലല്ലോ. തെറ്റ് ചെയ്യുന്നതിനെ പിശാചി സൈത്താൻ എന്നൊക്കെ അല്ലേ പറയാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ദൈവം തന്നെ. ദൈവം നനച്ചാൽ, ഈ ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ദൈവം നനച്ചാൽ അത് നടക്കും. അതിന് നിമിത്തം മാത്രമാണ് നമ്മൾ. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ അർജുനെ വിശ്വരൂപ ദർശനം കാണിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഈ അർജുനോട് പറയുന്നുണ്ട് പോലെ തന്നെ, നീയാണ് കൊന്നടാ എന്നാണ് നേരത്തെ അർജുനൻ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഈ ചോദ്യം മേഘ ചോദിച്ച ചോദ്യം തെറ്റല്ലേ കൃഷ്ണ? അത്രയൊക്കെ നമ്മളെ സ്വന്തക്കാർ യുദ്ധം ചെയ്യുന്ന തെറ്റ നക്ഷത്രമൊക്കെ സ്വന്തക്കാരല്ലേ? അപ്പോൾ കൃഷ്ണൻ വാ പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചെങ്ങാജിമാരൊക്കെ വായിക്ക് കയറി പോവുക. അപ്പോൾ പറയാം, നീ കൊന്നില്ലെങ്കിലും ഇവരൊക്കെ ചാവും. നിൻ്റെ ഡ്യൂട്ടി ആയിട്ട് നീ കണ്ട് ചെയ്തോ. അപ്പോൾ നിനക്ക് വീരത്വം, നിനക്ക് രാജാവുള്ള പേരൊക്കെ ഉണ്ടാവും. ഞാൻ എന്നെ സമീപിക്കുന്ന ആൾക്കാർക്ക് ക്രിയ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് നിലനിൽപ്പുള്ളൂ. അതെന്തുകൊണ്ടാണ്? എൻ്റെ ധർമ്മമാണ്. എൻ്റെ പൂർവികരായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന, എൻ്റെ ഗുരുപരമ്പര പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ സംസ്കാരം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംസ്കാരത്തിൻ്റെ വാക്കല്ല കേട്ടത്, ഒരു പാരമ്പര്യക്രമത്തിൻ്റെയാണ്. അതിൻ്റെ സിസ്റ്റമാണ്. അത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, പ്രകൃതി വർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഞാനത് ചെയ്യുമ്പോൾ ഗുണം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മലവാരം എന്നുകൊണ്ട് സമ്പ്രദായമാണ്. അത് പ്രകൃതി വർഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എന്തെങ്കിലും ശക്തിവിശേഷം ഉണ്ടെങ്കിൽ എന്തായി? ഇതിന് റീസൺ അന്വേഷിക്കും. ഞാൻ സ്വാഭാവികം പ്രകൃതി ആരാധനയാണ്. പ്രകൃതി ആരാധന എന്താ? പ്രകൃതിയെ പരിപാലിക്കലാണ്. പ്രകൃതി പരിപാലിക്കൽ കാട് അങ്ങനെ നിർത്തുന്നില്ല. ആവശ്യത്തിനൊക്കെ ആവാം, അനാവശ്യമായിട്ട് പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി? എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പ്രകൃതി പരിപാലനമാണ്. ആ സ്വാഭാവികമായിട്ട് അതിലേക്ക് ആളുകൾ കയറി വരും. അതിനൊരു കാരണം വേണം. അതിങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ശക്തി വൈഭവമാണ് കേട്ടോ. മറ്റു പല രീതിയിൽ പൈസ കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ സ്വതവേ പറയേണ്ട പാൽപ്പൊടി കൊടുത്തിട്ടും, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തിട്ടോ, അല്ലെങ്കിൽ രോഗശുശ്രൂഷ ചെയ്തിട്ടോ ഒക്കെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾക്കത് സാധ്യമല്ല. ഞങ്ങളുടെ ഈ വിശ്വാസപ്രകാരമുള്ള ദൈവിക ചൈതന്യത്തിൻ്റെ മഹത്വം കൊണ്ടാണ് അത്. അപ്പോഴും മതം മാറ്റുന്നില്ല. അവൻ്റെ മതത്തിൽ നിൽക്കാം. പ്രകൃതി പരിപാലിക്കപ്പെടണം. കാരണം പൊല്യൂഷൻസ് ഈ വരുന്നിടത്തൊക്കെ, ഈ തോടുകളൊക്കെ, അതിൽ വെള്ളം കറുത്ത നിറം. എനിക്കറിയില്ല ആരെ ഈ കരിയോല ഒഴിക്കുന്നത്. കരിയോലല്ലല്ലോ, അല്ല. വെള്ളത്തെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കുപ്പിയിൽ ബോട്ടിൽ വെള്ളം വാങ്ങേണ്ടി വരുന്നുണ്ടോണ്ടാ? നല്ല ശ്വാസം, നല്ലൊരു വായു ഇല്ല. പൊല്യൂഷൻ അത്ര കൂടുതലാണ്. ഈ സമ്പ്രദായങ്ങൾ എന്താ വെച്ചാൽ, ഈ ആദി സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞത് മണ്ണിനെ മലിനമാക്കരുത്. പുലക്കുട്ടിച്ചാത്തൻ എന്നാ പറയാം. പുലക്കുട്ടിച്ചാത്തൻ മണ്ണുമാരിലിട്ട മലിനമാക്കരുത്. നീർക്കുട്ടിച്ചാത്തൻ വെള്ളത്തെയാണ് നീർക്കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുന്നത്. വെള്ളത്തെ മലിനമാക്കരുത്. കുടിക്കൊക്കെ ആവാം, പക്ഷെ അതിനെ നശിപ്പിച്ച് കളയരുത്. ജലാശയം നശിപ്പിക്കരുത്. അടുത്ത തീക്കുട്ടിച്ചാത്തൻ, തീനെ നശിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ പോലും തീവിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അടുത്ത പറക്കുട്ടിച്ചാത്തൻ വായുവാണ്. വായുവിനെ മലിനപ്പെടുത്തരുത്. ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം. അങ്ങനെ അതിനെ മലിനപ്പെടുത്തിയതുകൊണ്ട് അതിനെ ഉപാസിച്ച് അതിൻ്റെ ആ പഞ്ചഭൂതങ്ങളുടെ ആ ചൈതന്യം ഉണ്ടെന്നും അത് ബോധ്യമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അത് തെറ്റായ പാപമൊന്നുമില്ല. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത്.
അതിന് ഈ അറ്റം വരെയും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾ മതവിശ്വാസത്തിന് ഭരണഘടന എതിരല്ല. അല്ല നിങ്ങളിപ്പോൾ എന്ത് മന്ത്രവാദം കൂടോത്രം എന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കാറുണ്ട്, എപ്പോഴും മന്ത്രവാദം കൂടോത്രമൊക്കെ ഞങ്ങളുടെയൊക്കെ കൾട്ടിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് മാരണം ചെയ്യുന്നത് തെറ്റല്ലേ, ക്രിമിനൽ കേസ് ആവൂലേ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. ഞങ്ങളുടെ പൂജയ്ക്ക് മാരണം എന്ന് പേര് പറയാണ്ട് അത് തെറ്റാന്ന് പറയാം. ഇതേ കാര്യമല്ലേ ക്ഷേത്രങ്ങളിൽ നടക്കുന്നേ, ഇതേ കാര്യമല്ലേ ചർച്ച നടക്കുന്നേ, ഇതൊക്കെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകളില്ലേ? മരിച്ചു പോകണം എല്ലാവരും ആരൊക്കെ എന്തൊക്കെയാ പ്രാർത്ഥിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഹദീസുകളും മറ്റുള്ളതൊന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ. ശത്രുക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് ഈ പറയുന്ന ഖുറാനിലില്ലേ? ബൈബിളിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നില്ലേ? ഇതുപോലെ തന്നെ ഹൈന്ദവമായിരിക്കുന്ന വേദഗ്രന്ഥങ്ങളില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇപ്പോൾ എനിക്കൊരാളോട് ദേഷ്യം തോന്നുന്നു, ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അയാൾക്ക് മരണം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതും താങ്കളോട് ഒന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? അയാളെ കൊല്ലാൻ സഹായിക്കണം എന്ന് പറയും. പിന്നെ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ആരോടാ പറയണത്? അതൊരു വിശ്വാസം. അപ്പൊ ഇതോ അത് നടക്കുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. നിങ്ങൾക്കില്ല, പക്ഷെ പോകുന്നവർക്കുണ്ടല്ലോ, അവിടെ പള്ളിയിൽ പോയിട്ട് വേണേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് മരിക്കില്ലേ? തെറ്റ് ചെയ്യാത്ത അവിടെ ഒഴിപ്പിച്ചില്ലല്ലോ, നമ്മൾ ഒഴിപ്പിച്ചില്ല. നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോ അവിടെ നടക്കാത്തോണ്ടാ ഞങ്ങൾ അടുത്തേക്ക് വരുന്നേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും. അവിടങ്ങളിൽ നടക്കാത്തത് പള്ളി മാത്രമല്ല, പള്ളിയോ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങളടുത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അറിയാണ്ട് പറയേണ്ട ഒരു അതിനേക്കാൾ എന്തൊക്കെയോ ശക്തി ഞങ്ങളുടെ ഉപാസനയ്ക്കുണ്ട് എന്നുള്ളത്. അത് എൻ്റെ കഴിവൊന്നുമല്ല, പ്രകൃതിയുടെ കഴിവാണ്. പ്രകൃതിയാണ് സത്യം. അതിൽ ഞങ്ങൾക്കുണ്ട് ഇന്നെ ആര് വന്നാലും ഒഴിവാക്കരുതെന്നാണ്. അവർക്ക് എന്താ വേണ്ടി ചെയ്തു കൊടുക്കണം. പണ്ട് പൈസ വാങ്ങില്ല. ദുഷ്ടന്മാർ വരാറില്ലേ മുൻപിൽ? ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് ആണല്ലേ? അതാണ് എന്താ വെച്ചാൽ അതാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. എനിക്കറിയില്ല ദുഷ്ടന്മാർ വരാം അങ്ങനെ പറയാൻ എനിക്കറിയില്ല. കാരണം വരുന്നവരുടെ എല്ലാവരുടെയും ഭാഗത്ത് ന്യായമുണ്ടാകും. അവർക്ക് പറയാൻ കാരണങ്ങളും കഥകളും ഉണ്ട് എല്ലാവർക്കും. നിങ്ങളൊരു കൊലപാതകം ചെയ്ത ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് റീസൺ ഉണ്ട്. എൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചവനുണ്ടാവും റീസൺ, എന്നെ കുത്തി പരിക്കേൽപ്പിച്ചവനുണ്ടാവും റീസൺ. എല്ലാവർക്കും കാരണങ്ങളും അവർക്കൊക്കെ അവർ ന്യായങ്ങളുണ്ട് അവർക്ക് പറയാൻ, എല്ലാവർക്കും. ശരി, മറ്റൊരു കാര്യത്തിലേക്ക്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു സംഭവം നടന്നിട്ട് ഇത്രയും ബോധവും കാര്യങ്ങളും തിരിച്ചറിയാനുള്ള എല്ലാം ഉള്ള താങ്കൾക്ക് അതൊന്ന് ഗണിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഒന്ന് നമ്മൾ പറയാം, നമ്മൾ സ്വതവേ ഇത്തരം ആരാധനാലയത്തിൽ ഒന്നും വലിയ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യനാണ്. കാരണം സ്വതവേ എന്താ വെച്ചാൽ അവിടുത്തെ സിസ്റ്റങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശബരിമലയിലെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ പരമ്പരാഗത ക്രമമല്ല. ഈ സ്വർണം പോയി എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ സ്വർണം പോണേ? സ്വർണ്ണം അവിടെ കൊണ്ടുവച്ചോണ്ടല്ലേ. ഒരു കാട്ടിലൊരു ക്ഷേത്രമല്ല, കാവ്, ഒരു കല്ലും വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണ് അവിടെ വേണ്ടാത്തൊക്കെ ചെയ്ത് അവിടെ വേണ്ടാത്തതാണ് അവിടുത്തെ ദൈവത്തിനും തോന്നിയിട്ടുണ്ടാവും, കർമ്മികൾക്കും തോന്നിയിട്ടുണ്ടാവും. അവരടിച്ചു മാറ്റി. സോ അവിടെ സിസ്റ്റം മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയെ പരിപാലിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് കാവ് സംവിധാനങ്ങളെ, അതിനൊക്കെ നശിപ്പിച്ചില്ലേ. അപ്പോൾ അത് പോയത് അറിയില്ല. പക്ഷേ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഈ പറഞ്ഞ പുരോഹിതന്മാരുടെ കള്ളത്തിനും മറ്റുള്ളൊക്കെ പണ്ടേ പോകണ്ടേ. സ്വർണ്ണം പോകുമെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞിട്ട് പോകാരണം ഒക്കെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ സ്വർണ്ണം? ഇപ്പം ഈ പറഞ്ഞതിന് നമ്മളുടെ ഒരു വസ്ത്രം കട്ടുകൊണ്ടോനെ പുറമാണോ മാനം? അപ്പോൾ മാനം പണ്ടേ പോയിട്ടുണ്ട്. ശബരിമലയുടെയോ? ശബരിമലയുടെ അയ്യപ്പൻ്റെ ഒക്കെ മാനം പണ്ടേ വിടുത്തു. മാനം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്, ക്യാരക്ടറാണ്. അത് അയ്യപ്പനുണ്ടോ? അയ്യപ്പൻ്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റിയൊക്കെ ഇവർ പണ്ടേ നശിപ്പിച്ചില്ലേ? എന്താ അയ്യപ്പൻ്റെ വ്യക്തിത്വം? അയ്യപ്പൻ്റെ വ്യക്തിത്വം ആ പുണ്യപൂങ്കാവനത്തിലിരിക്കുന്ന അയ്യപ്പനാണ്. ആ അയ്യപ്പന് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആ പൂങ്കാവനത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് അയ്യപ്പൻ്റെ വ്യക്തിത്വം. അത് നശിപ്പിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ടൗൺഷിപ്പ് പോലെ കൊണ്ടുവന്നിട്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞത് ഒരു ഭക്തരെ സംബന്ധിച്ചൊരു വിശ്വാസഫലകം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറം ഒന്നും അവിടെ ശബരിമല എന്താ ഉള്ളത്? പുരാതനം എന്ന് പറയാൻ എന്താ അവിടെ ഉള്ളത്? വിഗ്രഹമുണ്ടോ പഴയത്? പൂജാവിധികൾ പഴയതുണ്ടോ? അതിൻ്റെ പറഞ്ഞ രാജാവട്ടെ മലയരാവട്ടെ അതിൻ്റെ യഥാർത്ഥ അവകാശങ്ങളും അതിൻ്റെ രീതികളും പഴയതുണ്ടോ? ഒന്നുമില്ല. ഏതോ കവി പറഞ്ഞ പോലെ തന്നെ എന്താ വെള്ളപൂശിയ ശവക്കലറുകൾ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഈ പോകുന്ന ആളുകൾ അവിടെ പോകുമ്പോൾ അവരെ ഭക്തി കൊണ്ട് അവർ ആ സൂക്ഷ്മമായ ചൈതന്യത്തിന് എന്തിനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് പറഞ്ഞ അയ്യപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ നശിക്കും. സ്വർണം പോയാൽ എന്താ? സ്വർണത്തേക്കാൾ വലുതാണ് അയ്യപ്പൻ്റെ മാനാഭിമാനം. അത് പോയി എന്നാണ്. അത് എന്നോ നശിപ്പിച്ചിട്ടുണ്ട് വരും.
അതിന് കഥ പറയുക, ഞങ്ങൾ കടൽ വകം മാറ്റിക്കൊണ്ട് ഞങ്ങൾ കടന്നു വന്നു, അതുകൊണ്ട് ഞങ്ങൾ താഴെ മണ്ണി എന്ന് പറയും. അവിടുത്തെ തന്ത്രിയുടെ അവകാശവാദ. കടലൊക്കെ അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും കടലുണ്ടല്ലോ. എന്തായാലും ഇത്രയും കഴിവുള്ള ആൾക്കാർ, ദൈവത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകളല്ലേ, ഇപ്പോൾ ഒന്നങ്ങോട്ട് ചെയ്ത് കാണിച്ചെന്ന് നമുക്ക് സന്തോഷം. ഞാൻ സ്വതവേ പരശുരാമിനെയും പറയാറുണ്ട്, മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയാൽ അതേ മഴ ഇവരെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ, അടുത്ത് മാറ്റിയിട്ട് കേരളം ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ കേരളം വേണ്ട ഒരു 10 സെൻറ്റ് ഭൂമി നിങ്ങളൊന്നും വേണ്ട, ഒരിക്കലും മാറി താമസിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ പൗരോഹിത്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ മേലങ്കിയാണ് ചില ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗ്ഗങ്ങളാണ്. അതിനെ പ്രവചിക്കേണ്ട ആവശ്യമില്ല. കാലാകാലം പൗരോഹിത്യം, ഇപ്പോൾ നിങ്ങൾ പുരോഹിതനല്ലേ ചോദിക്കും, എൻ്റെ പൗരോഹിത്യത്തിന് എപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് കൃത്യമായിട്ടൊരു ഒരു 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 എന്താ പറയുക, ഒരു സോഷ്യലായിട്ടൊരു കാഴ്ചപ്പാടിൽ പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ അൺടച്ചബിലിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യൻ കാസ്റ്റ് വ്യവസ്ഥ, അംബേദ്കർ പറഞ്ഞു വെച്ച ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ കുറേ കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിനെതിരെ എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആധ്യാത്മികതയും പിന്നെ സ്വതവേ മതസ്പർദ്ധ, മതങ്ങളുടെ വർഗീയത. മതത്തിനെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഒരു മതത്തിനെതിരാ തോന്നല്ല, ചില വിഷന പറയുന്നത് മതവർഗീയതയ്ക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് സർവ്വദർശന സമഭാവന എൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്വർണം പോകണമെന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ സ്വർണ്ണമല്ല ബാക്കിയുള്ളത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ കരുതി. അതിന് കൊടിമരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ട് ആലില, ചെറിയ സാധനങ്ങൾ ആലില അലങ്കാര, അതുപോലും പോയി എന്ന് പറയുമ്പോൾ അയ്യപ്പന് ആ വിഗ്രഹത്തിൽ വല്ല സ്വർണ്ണക്കോണനുണ്ടെങ്കിൽ അതുപോലും പോയിട്ടുണ്ടാവും. ഇവരങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. ദേവൻ്റെ പേര് പറയണ്ട, അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് തന്നെ ആപത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും എന്താ പറയുക ധനം സംഭരിക്കണം രാജാവ് എന്നാണ് പുരോഹിതന്മാർ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജനങ്ങളെ പറ്റി അല്ലാണ്ട് പറഞ്ഞാൽ കിട്ടൂല, അപ്പോൾ ആപത്ത് വരാൻ പോകും. ഇതൊന്നും നമുക്കൊന്നും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമ്മളൊക്കെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഞങ്ങളുടെ ഫീസ് വാങ്ങുന്നു, ഇത് നോക്കിക്കൊണ്ട് കാര്യമില്ല. ശബരിമല മാറ്റി മറിക്കാൻ ചണ്ടാളബാബയ്ക്ക് ആവില്ലല്ലോ, ഇല്ലല്ലോ, നമുക്കവിടെ ഒരു അധികാരമില്ല, അവിടെ അധികാരമില്ല. ഇപ്പം എന്താ പുരോഗമനം, എന്താ ആചാര സംരക്ഷകരെന്താ സമരം ചെയ്യാത്തേ? ഒന്നും നടക്കുന്നില്ലല്ലോ, ആചാരം നഷ്ടപ്പെട്ടില്ലേ? ഉറപ്പായിട്ട് കനകദുർഗ കയറിയത് മാത്രമാണോ? എന്താ ബിന്ദുമണി പറയാതിരുന്നറിയോ? എല്ലാവരും ബിന്ദുമണിയെ മാത്രമേ പറയുന്നുള്ളൂ, കനകദുർഗയെ പറയുന്നത്. അതുകൊണ്ട് ചണ്ടാള ഒരു വെറൈറ്റി ആയിക്കോട്ടേക്കാണ് കനകദുർഗയുടെ പേര് പറയുന്നത്. കനകദുർഗ കയറുമ്പോൾ മാത്രം ഈ ആചാര സംരക്ഷണം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എന്താ അതിക്കേറെ വലിയ ശരിക്കും ആചാര ലംഘനം ഇപ്പോഴാണ് നടന്നത്, ചോരവൃത്തി. അതുകൊണ്ട് ഇതൊന്നും വിശ്വാസത്തിന്റെ അപ്പുറമാണ്, ഈ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന് അപ്പുറമാണ്. നിങ്ങൾ ഇത്രയും നിയമം പറഞ്ഞതൊക്കെ നിയമത്തിന് ഭാഗം. താങ്കൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരല്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ഞാൻ സ്ത്രീ കയറുന്നതിനെതിരല്ല. സ്ത്രീ പറഞ്ഞാൽ ഈ പ്രായത്തിന്റെ പ്രശ്നം അവിടെ ഉള്ളൂ കേട്ടോ, അതിനെതിരല്ല. പക്ഷെ പിന്നീട് എന്താ വെച്ചാൽ ഹിന്ദു ഭക്ത സമൂഹങ്ങളും ഒന്നിച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ പറഞ്ഞു വെച്ചാൽ അവിടെ പോകുന്ന ഭക്തരുടെ താല്പര്യമാണ് നടക്കേണ്ടത്, ക്ഷേത്രങ്ങളൊക്കെ അവർക്കുള്ളത്. അല്ലാണ്ട് സ്ത്രീ കയറുകൊണ്ട് ശബരിമല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊന്നും നമ്മൾ കരുതുന്നില്ല. അപ്പോൾ ആർത്തവം അശുദ്ധിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് ആത്യന്തികമായിട്ട് ആർത്തവ അശുദ്ധിയിൽ ആർത്തവ ആരാധിക്കുന്ന ആളാണ് ഞാൻ. ആർത്തവതിയായ സ്ത്രീയെ പൂജിക്കുന്ന ആളാണ്, ആർത്തവതിയായ സ്ത്രീയെ പൂജിക്കുന്ന ആളാണ് ഞാൻ. മെൻസ്ട്രൽ ബ്ലഡിനെ പവിത്രമായി കാണുന്നതാണ്. ഇതിന് ഈ വീഡിയോയിൽ വന്ന ആൾക്കാർ മെൻസ്ട്രൽ ബ്ലഡ് കുടിച്ചെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. ഞാൻ പറഞ്ഞ അതിന് വിരോധമില്ല, അതിന് വിരോധം എൻ്റെ സമ്പ്രദായത്തിൻ്റെ തലങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ചില ആൾക്കാർ മാംസത്തെ കുറിച്ച് പച്ചമാംസം കഴിച്ചുകൊണ്ടേക്കും, അത് നമ്മുടെ സമ്പ്രദായത്തെ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആർത്തവം പവിത്രമായൊരു സങ്കല്പമാണ്. ആർത്തവം വിശ്വാസിയെ സംബന്ധിച്ച് ആരാധിക്കപ്പെടേണ്ടതാണ്. സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പരിപൂർണതയാണ്. പരോ രജസ്സേ സാവധം എന്നാണ് വേദം തന്നെ വേണത്. രജസ്സിനെ ആരാധിക്കണം എന്നാണ് വേണത്. രജസ്സിൻ്റെ പ്രകടിത ഭാവമാണ് ആർത്തവം. ഇതറിയാണ്ട ചില ആളുകളുടെ തോട്ടാണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞിട്ട് അതിനെ ജനകീയമാക്കി മാറ്റിയത്.